അപ്പോൾ നമ്മൾ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ കുറേ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ചെയ്യാമെന്ന് മനസ്സിലാവില്ല. നമുക്ക് വളരെ വേഗത്തിൽ തന്നെ കുറഞ്ഞ സാധനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഇതിങ്ങനെ ചൂടാക്കുകയോ അല്ലെങ്കിൽ വേവിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ നാത്തൂന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അതിനായിട്ട് കുറച്ച് ശർക്കര ആൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഏതോ ഈ കുത്തുന്ന ഉണ്ടല്ലോ അത് വെച്ചിട്ട് കുത്തിയതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അങ്ങനെ ചെയ്യുമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ശർക്കര പൊടിയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആൾ തന്നെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാനിത് വോയിസ് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ആൾക്കിങ്ങനെ ഇത് കറക്റ്റ് വീഡിയോ എടുക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ എടുത്ത് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ശർക്കരയും പിന്നെ കുറച്ച് തേങ്ങയും ഈ അമൃതപ്പൊടി ഇത് മൂന്നും മതി. വേറെ ഒന്നും ഇതിന് വേണ്ട. അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു ഉണ്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ആളിങ്ങനെ എടുത്ത് തന്നെ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കുക. ഒരിക്കലും എന്നോട് ചോദിച്ച് ഞാൻ ഈ വീഡിയോ എടുത്തോട്ടെ. അപ്പം ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു വേറൊരു ചെറിയ പണീൻ്റെ ഞാൻ പോയി. അപ്പം ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് കാണുകയും ചെയ്യുന്നത്. പിന്നെ ഞാൻ നോക്കിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇതൊന്ന് വോയിസ് കൊടുത്താലോ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആളെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഈ തേങ്ങയിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്, ഈ ശർക്കരൻ്റെത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ഒറ്റയ്ക്ക് പുള്ളിക്കാരത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇതിലേക്കൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ആയതിനു ശേഷം അമൃതപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില അമൃതപ്പൊടി കുറുക്കിയത് അങ്ങനെയൊന്നും കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി. ആൾക്കിങ്ങനെ മധുരമുള്ള സാധനങ്ങളും ഇപ്പോൾ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇടയ്ക്ക് വൈകുന്നേരമൊക്കെ. അപ്പോൾ ഈ അമൃതപ്പൊടിയും ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ അത് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊരു ഉരുട്ടുന്ന ഒരു പരിവായാൽ ഇത് ഉണ്ടൊക്കെ ആക്കിയിട്ട് കഴിക്കാം. അപ്പോൾ അത് ഒരു ദിവസമൊക്കെ വെച്ചാൽ അങ്ങനെ ഒന്നും ആവില്ല. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ 3, 4, 5 ദിവസമൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുക. അപ്പോൾ ആളിങ്ങനെ കുഴച്ചൊക്കെ വെച്ച് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കൽപ്പം തേങ്ങ വെള്ളമോ അല്ലെങ്കിൽ സാദാ വെള്ളം എന്തെങ്കിലും ഇട്ടിട്ട് കുറച്ചുകൂടി ഒന്നിങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരിവായാൽ ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അമൃതം ഉണ്ട റെഡി ആയിട്ടുണ്ട്.